ചാലക്കുടിയിൽ പുലിക്കായുള്ള നിരീക്ഷണവും പരിശോധനയും ഊർജിതമാക്കി വനം വകുപ്പ്. രാത്രിയിലും പകലുമുള്ള പരിശോധനകളടക്കം വിശ്രമമില്ലാത്ത പ്രവൃത്തികളാണ് വനം വകുപ്പും ദൗത്യസംഘവും ചെയ്തു വരുന്നത്. പുലിയുടെ സാന്നിധ്യം അറിയാനായി 100 നിരീക്ഷണ ക്യാമറകളാണ് പുതിയതായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിയെ ആദ്യമായി കണ്ട കണ്ണമ്പുഴ ക്ഷേത്ര പരിസരങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ സാമീപ്യമുണ്ടായ കാടുകുറ്റിയിലുമായാണ് ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പല ഭാഗങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പുലി ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ വന്നു പോകുന്നുണ്ടെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. കണ്ണമ്പുഴ ക്ഷേത്രപ്പറമ്പിൽ ആദ്യം സ്ഥാപിച്ച കൂടിന് സമീപം പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇവിടെ നിന്ന് പുലി എവിടേക്ക് പോയെന്ന ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നില്ല. പിറ്റേന്ന് കാടുകുറ്റി പഞ്ചായത്തിന്റെ പല ഭാഗത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇവിടെ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. കണ്ണമ്പുഴ ക്ഷേത്ര പരിസരത്തു നിന്നും പുലി ചാലക്കുടി പുഴ കടന്ന് അക്കരെ കടന്നതായിരിക്കാമെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ചാലക്കുടിയിലും കാടുകുറ്റിയിലും പല ഭാഗത്തും പുലിയുടെ കാൽപ്പാടുകൾ പുതിയതായി കണ്ടെത്തിയിട്ടുണ്ട്. പുഴയോട് ചേർന്നുള്ള ആൾതാമസമില്ലാത്ത വീടുകൾ, കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിലും വനംവകുപ്പ് പരിശോധന നടത്തി. കണ്ണമ്പുഴ ക്ഷേത്രം മുതൽ കോട്ടാറ്റ് വരെയുള്ള പ്രദേശങ്ങളിലായി 23 കെട്ടിടങ്ങളിലാണ് ദൗത്യസംഘം പരിശോധന നടത്തിയത്. എന്നാൽ ഇവിടെയൊന്നും അസ്വാഭാവികത ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല. നേരത്തെ സ്ഥാപിച്ച ക്യാമറകളിലും പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല. നിലവിൽ 4 കൂടുകളാണ് പുലിക്ക് കെണിയൊരുക്കാനായി സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം 2 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാടുകുറ്റിയിൽ കഴിഞ്ഞ ദിവസം ഒരെണ്ണം സ്ഥാപിച്ചിരുന്നു. മാർച്ച് 14-നാണ് പുലിയുടെ സാന്നിധ്യമുണ്ടായത്. ചിറങ്ങരയിലെ വീട്ടിലെ വളർത്തുനായയെ പുലി പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് പുലി സാന്നിധ്യം അറിയുന്നത്. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ കൊരട്ടി പഞ്ചായത്തിന്റെ പല ഭാഗത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇതേ തുടർന്ന് ചിറങ്ങരയിൽ ഒരു കൂട് സ്ഥാപിക്കുകയും ചെയ്തു. 10 ദിവസങ്ങൾക്ക് ശേഷം 24-നാണ് ചാലക്കുടിയിൽ പുലി എത്തുന്നത്. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപത്തെ വീടിന് മുന്നിലൂടെ പുലി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് ക്ഷേത്രം പറമ്പിലും പരിസരത്തും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. അടുത്ത ദിവസങ്ങളിൽ സേക്രഡ് ഹാർട്ട് കോളേജ് പറമ്പിലും കോട്ടാറ്റിലും പുലിയെ നാട്ടുകാർ കണ്ടു. ഇതിനെ തുടർന്നാണ് പരിശോധനയും നിരീക്ഷണവും വനംവകുപ്പ് ഊർജിതമാക്കിയത്. 100 ക്യാമറകൾ കൂടി സ്ഥാപിച്ചു കഴിയുന്നതോടെ പുലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. മീഡിയ ടൈം, ചാലക്കുടി.